മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എ ഡേ ഇൻ മൈ വീട്ടിലെ വിളക്ക് ലൊക്കേഷൻ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നേരെ ലൊക്കേഷനിൽ എത്തിയിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ബേസ് ഇട്ടിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ലൊക്കേഷനിൽ ചെന്നിട്ട് ആണ് ചെയ്തത്. ദെൻ ഈ ഒരു വീഡിയോ കുറച്ച് ഓരോരോ ഡേയ്സിലായിരിക്കും, അതായത് ഒരേ ഡേയ്സത്തെ ആയിരിക്കില്ല നിങ്ങൾ കാണുക, വേറെ വേറെ ഡേയ്സിലുള്ളതായിരിക്കും കേട്ടോ. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഇഷ്ടംപോലെ പണിയുണ്ട്. അങ്ങനെ ആ തെറ്റിദ്ധാരണയൊക്കെ ഞാൻ അങ്ങോട്ട് ക്ലിയർ ചെയ്തിട്ട് നേരെ ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നു. എന്നിട്ട് ഇപ്പോൾ ഹെയർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലേ കഷ്ടപ്പാട്. അവിടെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട ഔട്ട്ഡോറാണ് ഷൂട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് കുറച്ച് പോകണം, കുറച്ച് ദൂരമേ ഉള്ളൂ. എങ്കിലും പെട്ടെന്ന് വാ എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി, ഞാൻ റെഡി ആയിട്ട് നമ്മളെല്ലാവരും കൂടി കാറിൽ കയറി നേരെ ലൊക്കേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷനിലെത്തി. അത്യാവശ്യം നല്ലൊരു സീനായിരുന്നു. ഞാനും ചന്തുവും തമ്മിലുള്ളൊരു ഔട്ട്ഡോർ സീനായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടാട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതേ മല്ലിയുടെ വീടാണ് കേട്ടോ ഇത്. ഞാൻ ഇരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചന്ദനപ്പടി ഇട്ടിരിക്കാൻ അറിയില്ല. ചമ്രം പടിഞ്ഞിരിക്കല്ലേ, അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. അങ്ങനെ ഇരിക്കാൻ ആക്ച്വലി കുറേ ആയി അങ്ങനെ ഇരുന്നിട്ട്. പണ്ടൊക്കെ നമ്മൾ ഈ നാമൊക്കെ ജപിക്കുമ്പോൾ ഇരിക്കാറുണ്ട്. ഇപ്പം തീരെ ഇരിക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനും മല്ലിയായിട്ടുള്ള സീന് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഫാൻറ്റസി ഷോട്ടാണ് എടുക്കുന്നത്. അത് നിങ്ങൾക്കിനി സീരിയൽ കാണുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ അല്ല, സീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സർപ്രൈസ് കളയുന്നില്ല. ഇപ്പോൾ ഞാൻ മല്ലിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ എക്സാമിന് നമ്മുടെ വീട്ടിലിരുന്ന് പഠിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മല്ലിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ മല്ലി എന്നെ പഠിപ്പിക്കുന്ന രംഗമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യണേ? സ്വന്തം എപ്പിസോഡ് സ്വന്തമായി ഇരുന്ന് കാണുന്ന ഞാനുണ്ടോ? ആ അതെ, ഞാൻ പാവം ഞാൻ. ഓക്കെ, അപ്പോൾ ബൈ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഒരേ ഡേയ്സിലായിരിക്കില്ല നിങ്ങളെ കാണിക്കുകയെന്ന്. അന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഫോൺ കട്ട് മാത്രമേ ഉള്ളൂ. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. ഇടിയും ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇലഞ്ഞിക്കൽ തറവാട്ടിലെ വിശേഷങ്ങൾ കാണാം. നിങ്ങളൊക്കെ കഴിച്ചോ? കണ്ട, ഇത്രയുള്ള സ്നേഹം. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമുക്കിപ്പോൾ ബ്രേക്ക് ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഫുഡ് ഇന്ന് നൂലപ്പവും ദോശയാണ്. ഇന്ന് ദോശയുണ്ടടി, പക്ഷെ ഞാൻ കഴിക്കുന്നത് ഇതൊന്നുമല്ല, ഉപ്പുമാവൻ പഴം. ഞാൻ നന്നായിട്ട് കഴിക്കും. ഞാൻ ഡയറ്റിലല്ല, ഗർഭിണിയാണ്. എവിടെ ഗർഭിണി നോക്കട്ടെ. യെസ്, ഇവിടെ കൊണ്ടുവരുന്ന ഉപ്പുമാവ് എല്ലാം ചേർക്കുന്നത് അവളാണ്. അങ്ങനെ നീ പറയരുത്, നീ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ തള്ളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡിനുള്ള ടൈമാണ്, ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. ആക്ച്വലി എനിക്ക് ഉപ്പുമാവ് വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇപ്പം ഞാൻ ലൊക്കേഷനിൽ നിന്ന് അതാണ് കഴിക്കാറ്. ഇതാണ് നമ്മുടെ അനന്തു ചേട്ടൻ, നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന, ഡേറ്റ്സ് എല്ലാം നോക്കുന്ന ചേട്ടനാണ്. ഇതാണ് നമ്മുടെ ഡയറക്ടർ, വീട്ടിലെ വിളക്കിൻ്റെ ഡയറക്ടറാണ് ആദിത്യൻ എന്നാണ് പേര്. നമ്മുടെ ജനാർദ്ദനൻ സാറിൻ്റെ മോനാണ് കേട്ടോ. നമ്മൾ രാവിലെ നോക്കുന്നത് ഇതാണ് നമ്മുടെ ആർട്ട് ഡയറക്ടർ ദീപ്തി ചേട്ടൻ. ഹായ് പറ. ഇത് വരും, എൻ്റെ ബ്ലോഗിൽ വരും, ബ്ലോഗ് കാണണം. യൂനോ, ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഉണ്ടെങ്കിൽ. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പഠിക്കണ്ട, കാരണം ഉറങ്ങണണ്ട. രാവിലെ തന്നെ ഫുഡ് കഴിച്ച് അവൾ 4:30 എണീക്കുന്നതാണ് പാവം.
ഇനി നമ്മുടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഇനി ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഇനി അടുത്ത ഷോട്ടിന് വിളിക്കുമ്പോൾ ഞങ്ങൾ പോയി അഭിനയിക്കും. ഞാൻ കാണിക്കാം. നമ്മൾ ഇരിക്കുന്ന റൂമില് ഇവിടെ തന്നെ കണ്ട ലൈറ്റ് ഇല്ല നമ്മുടെ റൂമില്. അപ്പൊ നമ്മുടെ ദീപ്തി ചേട്ടൻ നമുക്ക് അതിസാഹസികമായിട്ട് ഇവിടെ ലൈറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കത്തോ എന്തോ നേരത്തെ പുതിയൊരു ലൈറ്റ് കൊണ്ട് വെച്ചായിരുന്നു, പക്ഷെ അത് കത്തിയില്ല. ഇത് ആ സെയിം ലൈറ്റ് ആണോ? ചോക്കായിരിക്കും മനുഷ്യ പോയത്. നമ്മുടെ ദീപ്തി ചേട്ടൻ ഞങ്ങൾക്ക് ലൈറ്റ് വെച്ച് തന്നിരിക്കുകയാണ് ഗൈസ്. ദീപ്തി ചേട്ടക്ക് ജയ്. മതി 11 മണിയാകുമ്പോ തണ്ണിമത്തം കഴിച്ചോണ്ടിരിക്കുക എല്ലാരും. ചൂട് ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് തണ്ണിമത്തം, ഇന്നലെ ലൈമായിരുന്നു, ലൈമും ബിസ്ക്കറ്റും തണ്ണിമത്തം. അപ്പോൾ നമ്മൾ തണ്ണിമത്തനൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഷോർട്ട് റെഡി എന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു കേട്ടോ. അങ്ങനെ ഇതേ ജസ്റ്റ് ടച്ചൊക്കെ ചെയ്യാണ്. ക്ലോസാണ് എടുക്കാൻ പോണത്. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ടച്ചൊക്കെ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ ആൻഡ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ ഓരോരുത്തരായിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല തോന്നുന്നു, കാരണം എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ. ഞാൻ പറ്റുമ്പോൾ ഇങ്ങനെ എടുക്കുമായിരുന്നു. അന്നത്തെ ഡേ എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ സീനിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും, ഇതാണ് നമ്മുടെ മേക്കപ്പ് മാൻ ചേട്ടൻ കേട്ടോ. ഓരോരുത്തരെ കാണുമ്പോൾ അങ്ങോട്ട് പറയുകയാണ് കേട്ടോ. പിന്നെ ആരാ, ഇത് നമ്മുടെ ജോസണ്ണൻ. നമ്മൾ ജോസണ്ണ എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസണ്ണനാണിത്. അങ്ങനെ യൂണിറ്റിലുള്ള ആൾക്കാരും കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കുറച്ച് ആർട്ടിസ്റ്റുകളെ മാത്രമാണ് ടി വിയിൽ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കണ്ടില്ലേ എത്ര പേരാണെന്നറിയോ ഇതിൻ്റെ പിന്നിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഒരു സീരിയലിൻ്റെ ബാക്കിൽ, സീരിയലും സിനിമയായാലും എല്ലാം അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഷോട്ടുകളുമായിട്ട് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ആ സീൻ കംപ്ലീറ്റഡ് ആയി. ഇനി നെക്സ്റ്റ് സീൻ നമ്മളെല്ലാവരും ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് അടുത്ത സീനിലേക്ക് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡയറക്ടർ സാറ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് ആദ്യം പറഞ്ഞു തരും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമ്മൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡ്രൈവിങ്ങില്ല, ഞാൻ പിടിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ശരി കട്ട് ചെയ്തു തിരിഞ്ഞു. ഹരിയേട്ടനെയാണ് വിളിച്ചത്. അപ്പൊ നമുക്ക് ഉച്ചയായി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അതൊക്കെ കറക്റ്റായിട്ട് നടക്കും. നമ്മൾ കഴിക്കുന്നതൊക്കെ ഇവിടെ കറക്റ്റായിട്ട്, ഇവിടെയാണ് ലൈറ്റ്. നമ്മൾ കഴിക്കുന്നതൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അല്ലാത്ത കാര്യങ്ങളും നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അതാ അനിയത്തി ഇപ്പൊ വന്നേ ഉള്ളൂ. അവൾക്ക് എക്സാം ആയിരുന്നു കേട്ടോ. പാവൂടി. അപ്പൊ അവിടെ തിരക്കില്ലെങ്കിൽ നമുക്ക് 3 സീറ്റ് ഉണ്ട്. 3 സീറ്റ് ഉണ്ട് ചേട്ടാ. അങ്ങനെ നമുക്ക് ഉച്ചയ്ക്കുള്ള ബ്രേക്കായി കേട്ടോ. ഒരു 1:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്കാവും. അപ്പോൾ ബ്രേക്ക് ഇതാ മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അമ്മയുണ്ട്, നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് കേട്ടോ കഴിക്കുക. പിന്നെ സ്ഥലം തികഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ട്രിപ്പായിട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ കൈയൊക്കെ കഴുകി വന്നിട്ട് ഇന്നത്തെ ഫുഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ സംഭവങ്ങളൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. ഞാനാകെ കഴിക്കാറ് ഇപ്പോൾ ചപ്പാത്തി ആൻഡ് ഓംലേറ്റ്, പിന്നെ തൈര് ഉണ്ടെങ്കിൽ തൈര്, അച്ചാർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാറ്. ഞാൻ ചോറിപ്പോൾ അധികം കഴിക്കാറില്ല ഇപ്പോൾ കുറേ ആയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുടേതായിട്ടുള്ള തമാശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇനി വിമലേച്ചിയൊന്നും വന്നിട്ടില്ല, ചേച്ചി ഉറക്കമാണ്, അതുകൊണ്ട് ഇപ്പോൾ എണീറ്റിട്ടില്ല. അതുകൊണ്ട് സ്ഥലവും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2ാമത്തെ ട്രിപ്പായിട്ടിരിക്കും. മിക്കവാറും ഞാനും രോഹിണിയൊക്കെ അടുത്ത ട്രിപ്പിലായിരിക്കും ഇരിക്കുക. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഫസ്റ്റ് വന്നിരുന്നതാ കേട്ടോ. ഉറങ്ങിയല്ലേ?
ഇത് കൊള്ളാം കേട്ടോ, ഈ സാധനം കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. എന്തായിരുന്നു ലഞ്ച് കഴിഞ്ഞ് ഇനി കുറച്ച് സമയം, ഒരു 1 hour നമുക്ക് ബ്രേക്കാണ്. അപ്പോൾ ചിലവർ ഉറങ്ങും, ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസൊക്കെ എടുക്കാൻ പോകും. ഇപ്പം നമ്മളിപ്പൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ കണ്ടോ, കട്ടിൽ കണ്ടോ, കട്ടിലിൽ നമ്മുടെ എല്ലാവരുടെയും ബാഗ് വെക്കാനാണ് ആക്ച്വലി കട്ടിൽ. നമ്മൾ ആ അരുവിൽ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും എന്നല്ലാണ്ട് ബാഗിനാണ് കൂടുതൽ സ്ഥലം വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് റീടച്ച് ചെയ്യും കേട്ടോ, കാരണം എവിടെയെങ്കിലും പാച്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, ലിപ്സ്റ്റിക്ക് പോയിട്ടുണ്ടാവും, ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ ഉള്ളിൽ പോയിട്ടുണ്ടാവുമല്ലോ, ദെൻ ഹെയർ ശരിയാക്കാൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ ഉച്ചയ്ക്ക് ചെയ്യും. കാരണം ഷോർട്ടിന് പിന്നെ നമ്മൾ അടുത്ത സീനിൽ പോയി നിൽക്കുമ്പോൾ അവിടെ നിന്ന് അത് ചെയ്തിട്ട് ആ ടൈം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ റീടച്ച് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഈ ബ്രേക്ക് കഴിഞ്ഞ് അടുത്ത സീനിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരിക്കുക. ഫുഡ് കഴിഞ്ഞ് ബ്രേക്കാട്ടോ, എല്ലാവരും ശരിയാട്ടോ. ഇപ്പോഴും മോള് പരീക്ഷ ആയതുകൊണ്ട് കുട്ടി പഠിക്കുവാണ്. നായിക വാഴ വെട്ടിയിട്ടത് പോലെ കിടക്കുകയാണ്. അമ്മായിയമ്മ ഇരുന്നുറങ്ങുവാണ്. വിമല ഉറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സ്ഥലം കണ്ടെത്തി. ഓക്കെ, ഉറങ്ങണ്ട, സ്ക്രിപ്റ്റ് വായിക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരുത്തുവാണ്. ആ കുട്ടി ഒക്കെ എഴുന്നേറ്റിരിക്കുന്നു. ഷോട്ട് റെഡി, ഞാൻ റെഡിയാണ്. ടച്ച് ചെയ്തിട്ടാണ് കിടന്നു തുടങ്ങിയത്. അപ്പോൾ ചെറിയൊരു മയക്കത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ ദേ അവൾ കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുവരും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും. അപ്പോൾ ദേ വിമലേച്ചി കാണിക്കുന്ന കുരുത്തക്കേടാണ് കാണുന്നത്. വിമലേച്ചി മാത്രമല്ല, നമ്മളെല്ലാവരും നല്ല കുരുത്തക്കേടാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഞങ്ങളുടേത്, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ദേ ഈ ഹായ് കാണിക്കുന്നത് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഡയറക്ടറിൻ്റെ താഴെ വരുന്നതാണ് അസോസിയേറ്റ് ഡയറക്ടർ, ദെൻ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അങ്ങനെ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡേയിൽ നമ്മൾ നൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതാണ് ആകപ്പാട് ഒരു ബ്ലൂ മയം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സീൻസൊക്കെ പോയി നമ്മൾ ഈവനിങ് ആയി കേട്ടോ. ഈവനിങ് ആയപ്പോൾ നേരെ ചായ വന്നു, ചായയും സ്നാക്സും വന്നു. ഞാൻ സ്നാക്സ് കഴിക്കാറില്ല, അധികം പഴമാണ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. എല്ലാം തീർന്നിട്ട് ലാസ്റ്റത്തെ 2 പരിപ്പോടെ നമുക്ക് കൊണ്ടുതരും. എല്ലാ പരിപ്പോടെ തിന്നതോ ആ ഒളിച്ചുപോയ ആള്. ഓക്കെ, ചായ എത്തിയിരിക്കുന്നു. താങ്ക് യു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്തു കേട്ടോ. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രസ് ചേഞ്ച് ചെയ്യുക. അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നിറയെ എല്ലാ സീനിലും ഞാനുണ്ടായിരുന്നു, എല്ലാ സീൻസിലും ഡ്രസ് ചേഞ്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ള ആ സീനിൽ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ് ചേഞ്ച് തന്നു. പൊട്ട് വയ്ക്ക്. നാഗവല്ലി കുട്ടി സീൻ വായിക്കുകയാണോ? ഞാനുണ്ടോ? ഡയലോഗ് ഉണ്ടോ? കഴിഞ്ഞിട്ട് തരണേ.
അപ്പോൾ ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്തിരുന്നിട്ട് അടുത്ത സീന് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് മുന്നേ തരും, സീൻ വായിക്കാൻ തരും. അപ്പോൾ ഡയലോഗൊക്കെ വായിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു ചിലപ്പോൾ ഒരു ഭയങ്കര സൗണ്ട് കേൾക്കാം. അത് വേറെ ഒന്നുമല്ല, റൂമിൽ ഫാനിൻ്റെ സൗണ്ടാണ് കേട്ടോ. അത് ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലഞ്ഞിക്കൽ തറവാടിൻ്റെ മുൻവശം. നല്ല വീടാണ് കേട്ടോ. നല്ല 4 കെട്ടൊക്കെയുള്ള നല്ല അടിപൊളി വീടാണ്. അവിടെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ കുറെ പൂക്കളുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കുറെ മാങ്ങാമരം. നല്ല രസമാട്ടോ ഈ വീടിന്റെ പരിസരവും ഗാർഡനൊക്കെ. ബാക്കിൽ കാണിച്ചു കൊടുത്തില്ലല്ലോ നമ്മള്. ബാക്കിൽ നല്ല രസമാണ്. അവിടെ മാവ് നമുക്ക് ഇവിടെ വൈറ്റ്, ഇവിടെ മറ്റേ ഈ കളർ. ആക്ച്വലി ഈ വീഡിയോയിലും ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഇതിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കാം. കാരണം തൊട്ടടുത്ത് തന്നെ അമ്പലമാണ്. സോ അവിടുന്ന് പാട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഈവനിങ് ആയില്ലേ. അപ്പോൾ തൊട്ടടുത്ത മുന്നത്തെ ഇട്ടയിൽ പാട്ടുണ്ട്. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. പിന്നെ എനിക്കൊരു ടെൻഷൻ, ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ എന്നുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ മുറ്റമൊക്കെ. മുറ്റത്ത് നിറയെ മാവും നിറയെ പൂക്കളും. നമ്മുടെ അവിടെ ശരിക്കും പാലപ്പൂ എന്നാണ് പറയുക. ഇവിടെ ഇവർ പറയണു ചെമ്പകം അത് ഇതെന്നൊക്കെ. നല്ല വ്യത്യാസമുണ്ട് ഇവിടെയും അവിടെയും ഓരോ കാര്യങ്ങൾക്ക് പറയുന്ന പേരുകൾക്കൊക്കെ. അപ്പോൾ എൻ്റെ മുറ്റത്ത് തന്നെ നല്ല മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു മാങ്ങയാണ് ഇതിപ്പോൾ. ഇനി അടുത്ത ഷെഡ്യൂളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വലുതായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലും നല്ല ഭംഗിയാട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല. ബാക്കിലും നല്ല അടിപൊളി പാടമൊക്കെയാണ്. അവിടുത്തെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, മാങ്ങ പറിക്കുന്നത്. അതൊക്കെ ബാക്കിലത്തെ പോർഷനാട്ടോ. ദെൻ നമുക്ക് ഇരുട്ടായി തുടങ്ങി, നൈറ്റായി. അപ്പോൾ നമ്മളിതേ നൈറ്റ് സീന് ഉള്ളിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സീനിൽ ഈ കാണിക്കുന്ന സീനിൽ ഞാനില്ല. അപ്പോൾ ഇപ്പം ഈ കാണിക്കുന്ന സീനിൽ ഞാനുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലെങ്ത് ആവും വീഡിയോയ്ക്ക്. അത് നിങ്ങൾക്കും കാണാൻ കുറച്ച് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ എത്ര ബോറുണ്ടെങ്കിലും നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇതിനൊക്കെ എന്ത് വോയിസ് പറയാനാണെന്ന് എനിക്കറിയില്ല. ആക്ച്വലി എനിക്കിത് കാണിക്കാൻ നിങ്ങളെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നിങ്ങൾ ഈ ടി വിയിൽ കാണുന്ന എന്നല്ലാതെ അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതൊന്നും ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സീരിയൽ, സിനിമ എന്നൊക്കെ പറയും. ആ സീൻ കഴിഞ്ഞപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡ്രസ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഞാൻ പുറത്തോട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ഈ എടുക്കുന്ന സീനിൽ ഞാനില്ലാത്ത സീനാണ് ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു സീനിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂമർ ചേട്ടൻ, സുധിച്ചേട്ടൻ. അപ്പോൾ സുധിച്ചേട്ടൻ എപ്പോഴും പുളിമിഠായി കൊണ്ടുവരുട്ടായി, ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ്. ഇതൊക്കെ പഠിക്കുമ്പോൾ കഴിച്ചിട്ടുള്ളതാണ്. ഞാൻ വേറൊരു ടൈപ്പ് പുളിമിഠായി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ എൻ്റെ ഷോട്ട് എടുക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ ജോബി ചേട്ടനാണ്. ജോബി ചേട്ടൻ എല്ലാവർക്കും അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ നമ്മുടെ ചന്തുവിൻ്റെ ആശാനായിട്ട് ചെയ്യുന്ന ആളാണ് ജോബി ചേട്ടൻ. ചേച്ചി ഇവിടെ ആരെങ്കിലും അപമാനിച്ചോ? ഓ, ഇനി എന്റെ നേരത്തെ അയച്ചു. അമ്മയ്ക്കും മുത്തശ്ശിക്കും ചിലപ്പോൾ സംശയം തീർക്കാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷെ എന്റെ ഏട്ടത്തെ അറിയാവുന്ന എനിക്ക് ചേച്ചിയുടെ സംശയം തീർക്കാൻ പറ്റും. ഞാൻ പറയാ, രോഹിണി ചേച്ചി കുറ്റക്കാരിയല്ല. ചേട്ടൻ സഹോദരൻ. ഇന്നത്തെ ഷൂട്ട് പാക്കപ്പ് ആയിട്ടില്ല, ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു. എല്ലാവരും കഴിഞ്ഞപ്പോ എന്തൊരു സന്തോഷം. ഇത് എല്ലാവരുടെയും കഴിഞ്ഞു, എന്റെയും കഴിഞ്ഞു. ഇനി രോഹിണിയുടെ മാത്രം കഴിഞ്ഞു. നമ്മുടെ ഷൂട്ട് പാക്കപ്പ് ആയിട്ടോ. ഇനിയിപ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു നമ്മൾ ഇറങ്ങാൻ പോവാണേ. ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ട് ചേട്ടാ മക്കളായിട്ട്. അല്ല, ഞാൻ ഓൺലി മീ. അപ്പോൾ പാക്കപ്പായിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു 9:30 ഒക്കെ ആയി. പാക്കപ്പ് ആയപ്പോൾ ഓൾമോസ്റ്റ് ആ ടൈം തന്നെയൊക്കെ ആകുമ്പോഴത്തേക്കും പാക്കപ്പ് ആവും. അപ്പോൾ നല്ല ടയേർഡാണ്. ഇനി റൂമിൽ ചെല്ലണം, ഫ്രഷ് ആവണം, കഴിക്കണം, കിടക്കണം. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. ഇനി കഴിക്കണം, കിടക്കണം. ഞാൻ കഴിക്കാറില്ല അധികം. ഇന്ന്
എനിക്ക് മോമോസ് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന്. അപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ നൈറ്റ് ഞാൻ പറഞ്ഞില്ല അധികം ഒന്നും കഴിക്കാറില്ല, പക്ഷേ എന്തോ എനിക്ക് മോമോസ് കഴിക്കാൻ തോന്നി, ഓർഡർ ചെയ്തു. മോമോസ് ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മോമോസാണ്. ബിഗ് ബെല്ലിയിലത്തെ മോമോസാണെന്ന് തോന്നുന്നു ഞാനന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ വീട്ടിലെ വിളക്കിലെ വിശേഷങ്ങൾ മുഴുവനായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലവ് യു, ഗുഡ് നൈറ്റ്.